എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഞണ്ട് റോസ്റ്റിൻ്റെ റെസിപ്പി വീഡിയോ ആണ് ചെയ്യുന്നത്. 1/2 കിലോ ഞണ്ട് വെച്ചിട്ടാണ് ഞാൻ ഈ റെസിപ്പി ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് പെരിഞ്ചീരകവും കൂടെ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുക്കുക. ഇനി എണ്ണ ചൂടായി വരുമ്പം അതിലേക്ക് ആദ്യം കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുക. ഈ ഉലുവ ഒന്ന് മൂത്ത് വരുമ്പം നമ്മളതിലേക്ക് ഒരു പിടി ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഈ ചെറിയുള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇനി അതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പെരിഞ്ചീരകം അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ എരിവിനനുസരിച്ച് ഒരു 3-4 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഇനി നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു തക്കാളിയാണ്. ഒരു തക്കാളി ഇതിലേക്ക് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. ഇതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമ്മൾ മസാലകൾ ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1-1.5 ടീസ്പൂണോളം മുളക് പൊടി എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ പൊടികളെല്ലാം പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി എടുക്കുക. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയാണ്. കുരുമുളക് ഇട്ടാൽ ഞണ്ടിന് പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ കുരുമുളകിൻ്റെ പൊടിയും കൂടെ ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. എന്നിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഇതൊരു 1/2 കിലോ ഉണ്ടാവുള്ളൂ ഞണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതും നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. അതിനുശേഷം ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഉപ്പ് നോക്കി ചേർത്തതിന് ശേഷം ഇനി ഇത് നല്ലതുപോലെ നമ്മളൊന്ന് തിളച്ച് വേവിച്ച് എടുക്കണം. അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഒരു ടേസ്റ്റ് ആയിരിക്കും. അതും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒട്ടും ഗ്രേവി ഇല്ലാണ്ട് വറ്റിച്ച് വേണമെങ്കിലും നിങ്ങൾക്കത് എടുക്കാം. അല്ലെങ്കിൽ കുറച്ച് ഗ്രേവി ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. നല്ല ടേസ്റ്റാണ്. വളരെ എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ കണ്ടല്ലോ, നല്ലതുപോലെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഒന്ന് കുറുക്കി എടുക്കണം. ഇപ്പം നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നുകൂടെ ഒന്ന് കുറുകി വന്നാൽ ഇത് റെഡിയാവും. കണ്ടല്ലോ. അപ്പോൾ ഈ രീതിയിൽ വളരെ സിമ്പിളായിട്ട് ഞണ്ട് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. നല്ല ഒരു ടേസ്റ്റാണ്. ലാസ്റ്റിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടാൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്